നേപ്പാളിലെ ജൻസിയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 26 സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചതുമായി ബന്ധപ്പെട്ടാണ് അവർ സമരം തുടങ്ങിയതെങ്കിലും ഇന്ന് ഇപ്പോൾ കെ.പി. ശർമ്മ ഒലി എന്ന് പറയുന്ന നേപ്പാളിൻ്റെ ഭരണാധികാരിയെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ, രാജിവെപ്പിക്കാൻ പോലും കാരണമായ വലിയൊരു സമരത്തിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. സുബാക്ക്, എന്താണ് നേപ്പാളിൽ ഇപ്പോഴുള്ള സാഹചര്യത്തെ നമുക്ക് വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? നേപ്പാളിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് ഇപ്പോൾ നേപ്പാളിന് ഭരണപരമായ നേതൃത്വം ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് പ്രസിഡന്റിനെ രാജിവെക്കേണ്ടി വന്നു, പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വന്നു. 19 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രക്ഷോഭത്തിനിടെ 19 പേരുടെ ജീവൻ പ്രക്ഷോഭക്കാരാണ് മരണപ്പെട്ടത്. അതെ, പ്രക്ഷോഭക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്, കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നു. പിന്നീട് ആ പാർലമെന്റിന് പോലും തീയിടുന്ന ഒരവസ്ഥയിലേക്ക് അവർ നാട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ വാർത്തകളിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ബാലേന്ദ്ര ഷാ എന്നുള്ള ഒരു പുതിയ പ്രധാനമന്ത്രി ഒരു വേള ഉണ്ടായേക്കാം എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ കൂടി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നത് നേപ്പാളിലെ ജൻസിയാണ് എന്നുള്ളതാണ്. പുതിയ തലമുറ. അതിൻ്റെ ഒരു തുടക്കം അറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച 26 ആപ്പുകൾ നേപ്പാൾ നിരോധിക്കുകയും, നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, അതിങ്ങനെ നോക്കുന്ന സമയത്ത് പോലത്തെ സകല ആപ്പുകൾ അതിലുണ്ട്. അതെ, പിന്നെ അവസാനം ആ ആപ്പുകളെല്ലാം നിരോധിച്ചാൽ ആളുകൾക്ക് കോളിലൂടെ അല്ലാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ളൊരു, അതായത് ഒരു 15 പോരാ, 20 കൊല്ലം പിന്നിലേക്ക് ആളുകൾ ഒറ്റ പുഷാണ് വലിപ്പിക്കടുപ്പിലേക്ക്. പ്രത്യേകിച്ച് ഒരു മാറ്റം, ഒരു പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിന്, ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ മറ്റൊരു അവയവമായിട്ട് സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ ഫോണും ഒക്കെ മാറിയിട്ടുള്ള സാഹചര്യത്തിലാണ് അതായത് ജനങ്ങളുടെ ജനാധിപത്യപരമായ ഒരു ആവശ്യത്തെ ഇല്ലാതെയാക്കാണ്. ഒരു വേള ഈ ഒരു കാലത്ത് ഒരു ഭരണഘടന ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യാവകാശമായിട്ടോ അല്ലെങ്കിൽ അടിസ്ഥാനാവകാശമായിട്ടോ വേണമെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഇന്റർനെറ്റ് പോലത്തെ കാര്യങ്ങൾ. കാരണം ഇപ്പം നമ്മൾ ഒരു വിദ്യാർത്ഥിയുടെ പഠനമാണെങ്കിലും ഒരു ജോലി എടുക്കുന്ന ഒരാളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സകലതും ഈ ഇന്റർനെറ്റ് ത്രൂ ആണ് നടക്കുന്നത്. അതിൽ തന്നെ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് കാര്യങ്ങൾ നടക്കുന്നത് വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും എക്സിലൂടെയും ആ തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഭൂരിഭാഗവും നടക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്ന വേളയിൽ പോലും ഞാൻ നിന്നെ കാണാനോ, നമുക്ക് സംസാരിക്കാനോ, അല്ലെങ്കിൽ ഞാൻ വിളിക്കാമെന്നൊക്കെ പറയുന്നതിനപ്പുറം ഞാൻ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, ഒരു വോയിസ് ഇടാം എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നോർമൽ ഡെയിലി ലൈഫ് മാറിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഫെസിലിറ്റിയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന വേളയിൽ ഉണ്ടാകുന്നൊരു പ്രയാസം, ഈ ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുക എന്നുള്ള ഒരു ചിന്തയാണ് അതിന് പുറത്തു വരുന്നത്. കാരണം അങ്ങനെ ഒരു ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ, പരസ്പരം ആശയം കൈമാറാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ പിന്നീട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സാധ്യത ഇല്ല. ശരിക്കും ഇത് രണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് വെച്ചാൽ ഇത്തരത്തിലാണ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ ഇടപെടൽ എന്നുള്ളത് വളരെ പ്രയാസകരമാണ്, അല്ലെങ്കിൽ വളരെ ഹിപ്പോക്രറ്റിക് ആണ്, ഇരട്ടത്താപ്പ് അതിലുണ്ട്. രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ അത് ഇത്തരത്തിൽ ഭരണപരമായ ഒരു തീരുമാനം കൊണ്ട് ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ പേയ്മെന്റ് പോലും, ഇപ്പൊ നമുക്ക് UPI പേയ്മെന്റ് ആയിരിക്കും ഇന്ത്യയിൽ നമ്മൾ അധികം ചെയ്യുക, പുറത്തും അത്തരത്തിൽ മറ്റു രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഓൺലൈൻ പേയ്മെന്റ് ആണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സമ്പത്ത് മുഴുവൻ, ക്യാഷ് മുഴുവൻ നമ്മൾ കയ്യിൽ ലിക്വിഡ് മണി ആയിട്ട് കൊണ്ടെടുക്കല്ല, കാർഡിലോ അല്ലെങ്കിൽ അക്കൗണ്ടിലോ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഒറ്റ ഭരണപരമായിട്ടുള്ള തീരുമാനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഒരാൾ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത വിധം, ഒരാൾക്ക് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനോ മറ്റൊരാൾക്ക് വേണ്ടിയോ ഒക്കെ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് ചെലവഴിക്കാൻ പറ്റാത്ത വിധം നമ്മളെ ഒരു സെക്കൻഡിൽ, ഈ ലോകം എത്രത്തോളം സ്പീഡായി എന്ന് പറയുന്നതിന്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സെക്കൻഡിൽ നമ്മളെ പിടിച്ചു വെക്കാനും പറ്റുമെന്ന് എന്ത് ചെയ്യുന്നു, ലോകത്തിലെ സാഹചര്യങ്ങൾ മാറുന്നു. അപ്പൊ കാശ്മീരിലൊക്കെ നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകം കാണുന്നുണ്ട്. കാശ്മീരിലൊക്കെ ഇന്റർനെറ്റ് നിരോധനം എന്ന് പറയുന്ന ഒരു തീരുമാനം സർക്കാർ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ആ നാട്ടിലുള്ള എല്ലാ മൂവ്മെന്റും എന്ത് ചെയ്യാണ്, ആ സ്പോട്ടിൽ അവസാനിക്കുകയാണ്. അവർ പിന്നെ മൊബിലൈസ്ഡ് അല്ല, അല്ലെങ്കിൽ അവർക്ക് പിന്നെ ചലനാത്മകത അല്ല. അത്തരത്തിൽ ചലനാത്മകത ഒരു സമൂഹത്തിന്റെ മൊത്തത്തിൽ അവസാനിപ്പിക്കാൻ ഒരു ഗവൺമെന്റിന് അവരുടെ ഈ ഭരണപരമായിട്ടുള്ള തീരുമാനത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതൊരു അപകടം. അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ജൻസിയുടെ അല്ലെങ്കിൽ പുതിയൊരു കാലഘട്ടത്തിലെ ജനതയുടെ വളരെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമായി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇല്ലാതെയാകുന്ന സമയത്ത് ആ ജനസമൂഹത്തിലുണ്ടാക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും, ആ ജനസമൂഹം കൊണ്ട് നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ പരിണിത ഫലമാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. എന്തൊക്കെ സംഭവിച്ചു വെച്ചാൽ 19 ജീവനുകൾ പോയി. പിന്നെ അതേപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അതിൽ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ വെന്ത് മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നതാണ്. ഇവർ തീയിൽപ്പെട്ടിട്ട്
തീ കത്തിച്ചപ്പോൾ അതിൽ പെട്ടുപോയി വെന്ത് മരിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പലപ്പോഴും ജെൻസി അല്ലെങ്കിൽ പുതിയ തലമുറയെ എല്ലാ കാലഘട്ടത്തിലും പുതിയ തലമുറകൾക്ക് വരേണ്ടി വരുന്നത് വിമർശനങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മൾ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പുതിയ കാലഘട്ടത്തിലുള്ള ഒരു സമൂഹത്തിന്റെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നന്മയുടെ ഈ വശങ്ങൾ. സാഹചര്യം എടുക്കുമ്പോൾ പോലും ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പോലും ഈ പ്രശ്നങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള കാരണം പ്രക്ഷോഭക്കാരോ ജൻസിയോ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറയാൻ കഴിയില്ല. കഴിയില്ല. അപ്പോൾ അത് അവരുടെ ഒരു വിഷയത്തിൽ പ്രതികരണത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് അബദ്ധങ്ങളോ അതിരുകടക്കലുകളോ ഒക്കെ സ്വാഭാവികമാണ്. അത് എത്ര വലിയ സമരങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. ഇപ്പൊ മലബാർ സമരത്തിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗങ്ങളിൽ പോലും വൈകാരികത കടിമപ്പെട്ടു പോവുക എന്നുള്ളൊരു അത് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ഈ പ്രവർത്തനത്തിന്റെ മോട്ടീവ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു പരിധി വരെ നല്ലൊരു മൂവാണിത്. കാരണം അനീതി നേരിടുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട്, വീടിനുള്ളിൽ അടച്ചിരിക്കുന്ന ആളുകളാണ് പുതിയ തലമുറ മുഴുവൻ, അവർക്ക് ഇത്തരത്തിൽ ആവശ്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അതല്ല അവിടെ കാണിച്ചിരുന്നത്. ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ശബ്ദിക്കാനും തെരുവോരങ്ങളിൽ സമരത്തിന്റെ തീവ്രമായിട്ടുള്ള ഭാവങ്ങൾ തെരുവോരങ്ങളിൽ കാണിക്കാനും ആ സമരങ്ങളിലൂടെ തങ്ങളുടെ ആവശ്യം നേടിയെടുക്കാനും കഴിവുള്ളവർ തന്നെയാണ് പുതിയ തലമുറ എന്നാണ് കാണിച്ചിരുന്നത്. അതിലൊന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ സമരം ചെയ്യണമെന്ന് വെച്ചാൽ അത് അടിസ്ഥാനം ആവശ്യമായിട്ടുണ്ടെങ്കിൽ, അല്ലാതെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഒരു സമൂഹമാണ് നിലനിൽക്കുന്നതെങ്കിൽ അവർ ആ അടിസ്ഥാന ആവശ്യം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ സമരം ചെയ്യണം. അപ്പോ വാഹനം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വാഹനമുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഇവിടെ വാഹനം മൊത്തം നിരോധിച്ച് നമ്മൾ എന്താ പറയാ, ഓക്കെ വാഹനം ഇല്ലാത്ത ഇത്ര പ്രയാസപ്പെടേണ്ട ആവശ്യമുണ്ടോ, മുമ്പാളുകൾ നടന്നു പോയിട്ടില്ലേ, അപ്പോൾ നടന്നു പോയപ്പോഴും ചോദിക്കുന്നതിൽ അർത്ഥമല്ല. വാഹനം നമ്മുടെ അടിസ്ഥാന ആവശ്യമോ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമോ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ടാവാം. ആ ഉപകാരം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ആവശ്യമുള്ള ഒരു സാധനം എന്ന അർത്ഥത്തിൽ അതിന് അനീതിയുള്ള ഒരു നിരോധനം അതിന് മേൽ കൊണ്ടുവരുന്ന സമയത്ത് പ്രതികരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം. അല്ലെങ്കിൽ പ്രതികരണം അത് നീതിയായിട്ട് വരുന്നു, അല്ലെങ്കിൽ പ്രതികരണമാണ് അവിടെ നീതി എന്നുള്ളതാണ്. തീർച്ചയായും അടിസ്ഥാന ആവശ്യങ്ങൾ എന്ത് എന്ന് തിരിച്ചറിയുന്നിടത്ത് ഒരു ചെറിയ പ്രയാസം പലപ്പോഴും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഒരു പലപ്പോഴും പറയുന്ന പോലെ സോഷ്യൽ മീഡിയ നിരോധിച്ചത് അല്ല ഇതിൻ്റെ യഥാർത്ഥ കാരണം. സോഷ്യൽ മീഡിയ നിരോധിച്ചത് മൂലം പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി, അതാണ് പ്രക്ഷോഭത്തിനുള്ള തുടക്ക കാരണം. പക്ഷെ അതിന്റെ നീഡ് അല്ലെങ്കിൽ ടോട്ടൽ നോക്കുന്ന സമയത്ത് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ ഈ നിരോധനം നീക്കൽ മാത്രമല്ല. നിരോധനം നീക്കിയതിനു ശേഷം അവർ വീണ്ടും തുടരാണ് ആ സമരം തുടരുന്നു. ആ പ്രക്ഷോഭത്തിന്റെ പേരിൽ ജീവനുകൾ നഷ്ടപ്പെട്ടതൊരു കാരണമായിട്ട് ഉണ്ടായേക്കാം. പക്ഷെ പിന്നീട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ പുറകിൽ ഒരുപാട് ഐഡിയോളജിക്കലായിട്ടും അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് വിഷയങ്ങൾ അതിന് കാണാൻ ഒരുപാട് ന്യായമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട്. ഒന്ന് നെപ്പോട്ടിസം വലിയൊരു പ്രശ്നമായിട്ട് അവരെല്ലാ കാലഘട്ടത്തിലും ഉയർത്തുന്ന സംഗതികളിൽ ഒന്നാണ്. നമ്മളുടെ നാട്ടിലും ഇല്ലാത്തതൊന്നല്ല. സ്വജനപക്ഷപാതം അല്ലെങ്കിൽ ആളുകൾ സ്വന്തം ഇഷ്ടക്കാരെ പല മേഖലകളിലേക്കും തിരികെ കയറ്റുന്ന രീതി, ഈ പ്രശ്നത്തിലൊക്കെ അവർ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. ആ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് അവർ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന പരസ്പരം സംസാരിച്ചും എനിക്കും പ്രശ്നമുണ്ട് നിനക്കും പ്രശ്നമുണ്ട്, അപ്പോൾ ആ പ്രശ്നം രണ്ടാൾക്കുള്ള കോമൺ പ്രശ്നമാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ പരസ്പരം പങ്കുവെക്കാനുള്ള ഇടം കൂടി സർക്കാർ എന്ത് ചെയ്യാണ്, നിരോധിക്കുകയാണ്. സ്വാഭാവികമായും അത് പ്രതികരണങ്ങളിലേക്ക് എത്തി. അതിൻ്റെ പരിണിതഫലം നമ്മൾ കാണുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ജെൻസിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ബേസിക് നീഡ് ഇല്ലാതെയായി കഴിഞ്ഞാൽ ഒരു വേള അവരെന്ത് ചെയ്യും, ഏതൊരു ജനതയെയും പോലെ തന്നെ അല്ലെങ്കിൽ ഏതൊരു പ്രായത്തിലുള്ള ആളുകളെയും പോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ പുറത്തോട്ട് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അവരതിനെ അവഗണിക്കുന്ന, പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പോലും ഈ സമരം കേവലം സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ആ സമയത്ത് അവർക്ക് അത് അവസാനിപ്പിക്കാതെ തുടരേണ്ട ആവശ്യമില്ല. പക്ഷെ തുടരുന്നു. പ്രധാനപ്പെട്ട ഭരണപരമായിട്ടുള്ള വിഷയങ്ങൾ, ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട കാര്യങ്ങൾ സമരാവശ്യങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്നു. അവയെ പൂർത്തീകരിക്കും വിധം അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് കാണും വിധം സമരത്തിൽ തുടരുന്നു. അതിരുകടക്കലുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് തന്നെ. അതേപോലെ തന്നെ വേറെയും ഒരുപാട് മേഖലകൾ നമുക്ക് ഇത്തരത്തിൽ പ്രതികരണമാണ്. അപ്പോൾ ഫലസ്തീൻ്റെ പ്രശ്നത്തിൽ വളരെ പക്വമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ആളുകൾ എന്നൊക്കെ രീതിയിൽ പറയുന്ന മധ്യവയസ്കരോ ഒക്കെ ആയിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ പ്രതികരിച്ചത് ആരാണ്? പുതിയ തലമുറ തന്നെയാണ്. അതിന്റെ വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഗ്രറ്റ തുംബെ ബോട്ടുമായിട്ട് അങ്ങോട്ട് വരുന്നതും ആ ബോട്ടിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുക. അതിന് നേതൃത്വം കൊടുക്കുന്നത് വളരെ ചെറിയ വയസ്സുള്ള ഒരാളാണ്. ഒരുപാട് രാഷ്ട്ര നേതാക്കന്മാരും വലിയ ചിന്തകന്മാരൊക്കെ ഉണ്ടായിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് പുതിയ തലമുറയെ ഒരിക്കലും മോശമായിട്ട് കാണാൻ പറ്റരുതെന്നുള്ളതിന്റെ തെളിവാണ്. ഇപ്പോൾ
ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. അവരെന്ത് നെറേറ്റീവ് ഈ ലോകത്തെ ആളുകളുടെ മനസ്സിലുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിധമാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിന്റെ മാർക്ക് സക്കർബർഗ് വിചാരിച്ചാൽ മെറ്റയിലും അതേപോലെ തന്നെ മെറ്റയുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നമുക്ക് വരുന്ന കണ്ടന്റിന്റെ അൽഗോരിതം ഫിൽട്രേഷൻ ഒക്കെ അദ്ദേഹത്തിന് നടത്താൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മസ്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എക്സൽ അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. സുന്ദർ പിച്ചായോ അല്ലെങ്കിൽ ലാരി പേജോ സെർജി ബ്രിനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിളിൽ നടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 പ്ലാറ്റ്ഫോമുകളിൽ ലിമിറ്റഡ് ആണ് നമ്മുടെ ലോകത്തിന്റെ ഒരു ഇൻഫർമേഷൻ ഇന്ന്. അവർ ഒരു പ്രത്യേക ഒരു അൽഗോരിതമോ ഒരു സ്ട്രാറ്റജിയോ ഒരു അജണ്ടയോ ഒരു പ്രൊപ്പഗണ്ടയോ ഉദ്ദേശിച്ച് എല്ലാവരും അത് വിശ്വസിച്ചു പോകും. 2 കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന് പറഞ്ഞാൽ ജെൻസിയുടെ പരിഗണനയിൽ പല വിഷയങ്ങളും വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ പ്രശ്നമല്ല. ഈ ആളുകൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുത്തകകൾ നിയന്ത്രിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കണ്ടന്റുകൾ, ആ കണ്ടന്റുകളെ ജെൻസിയുടെ മുന്നിൽ വരുള്ളൂ. അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ട് ഇവർ എന്ത് കാണണമെന്ന് വിചാരിക്കുന്നുവോ അതേ ഇവിടെ മുന്നിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥിരമായ ഒരു കണ്ടന്റ് കാണുന്ന സമയത്ത് നമ്മുടെ ചിന്ത ആ തരത്തിലായി പോകുക എന്നുള്ളത് അത് ആ സമയത്ത് ഇയാളൊരു ഇരയാണ്, വിക്റ്റിമാണ്. കാരണം തന്നെ മറ്റാരോ കൺട്രോൾ ചെയ്യുന്നു. തനിക്ക് മറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത വിധം ഞാൻ ചില ആശയങ്ങളുടെ അടിമയായി പോകുന്നു, ഞാൻ ചില പ്രത്യേക രീതിയിൽ മാത്രം ചിന്തിക്കുന്നു എന്നത് ഈ ആളുടെ അവസ്ഥയാണ്, പ്രയാസമാണ്. ഒന്നത്. 2 എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയെ പോലും അറിയാണെന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, പല പ്രതികരണങ്ങൾക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മെറ്റയും ഗൂഗിളും ഒക്കെ ഫലസ്തീൻ കണ്ടന്റുകൾ നന്നായിട്ട് ഡൗൺ ആക്കി അൽഗോരിതം മൊത്തം അതിനെ എഗെയിൻസ്റ്റ് ആക്കി. ഒരു നിലക്കും ഇത്തരം കണ്ടന്റുകൾ മുകളിലേക്ക് പൊങ്ങി വരാത്ത വിധം. ഇപ്പോൾ ഫലസ്തീൻ എഴുതി കഴിഞ്ഞാൽ, ഫലസ്തീൻ്റെ ഒരു ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ ആ കണ്ടന്റിനെ പൊക്കി കൊണ്ടുവരേ ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അത് സെൻസിറ്റീവ് കണ്ടന്റ് ആക്കി അത് മറച്ചു വെക്കുന്ന രീതിയിലാക്കി. ഇങ്ങനെ ആക്കിയിട്ട് പോലും സോഷ്യൽ മീഡിയ നിറച്ച കണ്ടന്റ് ആയിരുന്നു. ആ കണ്ടന്റ് ആകാനുള്ള കാരണം എന്താ, ഈ പ്രൊപ്പഗണ്ട വർക്ക് ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്യുന്നു, പുതിയ തലമുറ അതിനെ മറികടക്കും വിധം നീതിക്ക് വേണ്ടിയിട്ടും ന്യായത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രതികരണം നമുക്ക് ഒരുപാട് ആശാവഹമായിട്ട് കാണാനും സാധിക്കുന്നു. മറ്റൊന്ന്, ഈ ഒരു പുതിയ തലമുറയെ ലോജിക്കലി തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഒരു വേള അവരതിൽ തൃപ്തിപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ ഡെഡിക്കേഷൻ ആ ഒരു വിഷയത്തിലേക്ക് കൊടുക്കണം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇമോഷണൽ ഉണ്ടായേക്കാം, പക്ഷേ ഇമോഷണലിനേക്കാൾ കൂടുതലായിട്ട് ലോജിക്കിനെ കൂടുതലായിട്ട് അവർ കൂടുതലായിട്ട് അവലംബിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ലോജിക്കലി തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഇതാണ് ശരി എന്നുള്ളത് തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ, അവരതിൽ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ പൂർണ്ണമായ ഒരു ഡെഡിക്കേഷൻ അതിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ, അനീതി ഒരിക്കലും ഒരു സഹിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല അവരുള്ളത്. അപ്പുറത്തൊരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ മാനസികമായിട്ടെങ്കിലും അതിനെതിരെ പോരാടണം എന്നുള്ളൊരു ചിന്ത പലപ്പോഴും വലിയ ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീതിയാണ് ശരി, നമുക്കതിൽ കാര്യമില്ല. ഒന്നെന്ന് വെച്ചാൽ പഴയ തലമുറയിലുള്ള ആളുകളെക്കാൾ ഇവർക്ക് സാധ്യതയും കൂടുതലാണ്. കമന്റിലൂടെയെങ്കിലും പ്രതികരിക്കാൻ അവർക്ക് പറ്റും, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വീട്ടിനുള്ളിൽ നിന്നിട്ടെങ്കിലും ഇവർക്ക് അനീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്നുള്ള സാധ്യതയുടെ കൂടി അവിടെ ഉണ്ട്, കൂടുതലായിട്ട് അതിലുണ്ട്. പിന്നെ മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ലോക്കലി ചിന്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒന്ന് ഗ്ലോബലി ചിന്തിക്കാൻ പഠിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു കാര്യം കൂടിയാണ്. കാരണം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു വിശ്വമാനവികത എന്നുള്ള ഒരു സംഗതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അത് ഏറ്റെടുത്ത് അത് പ്രയോഗവൽക്കരിക്കാൻ പലപ്പോഴും ജെൻസി പല സന്ദർഭങ്ങളിലും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അത് യാത്രകൾ മാത്രമേ, യാത്രകളിൽ മുമ്പ് ലോക്കലായിട്ടുള്ള ആലോചിച്ചിരുന്ന ആളുകൾ കുറച്ചുകൂടി വലുതായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഒരു പ്രശ്നത്തെ അവർ ലോക്കലി കാണുന്നതിനപ്പുറത്തേക്ക് ഒരു ഗ്ലോബൽ വിഷയമായിട്ടും ലോകത്തിൻ്റെ മുഴുവൻ ആളുകളുടെ വിഷയമായിട്ടും ഒക്കെ അവർ ഏറ്റെടുക്കുക. അതുകൊണ്ടാണ് പലസ്തീൻ പ്രശ്നങ്ങൾ ഒരുപാട് ജെൻസി ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം മനസ്സിലാക്കേണ്ടത് ഒരു പ്രശ്നമല്ലാത്ത സമൂഹമാണെന്നോ, എല്ലാവരും ഇത്തരത്തിൽ നീതിക്കും ന്യായത്തിനും വേണ്ടി സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും അത്തരത്തിൽ ചിന്തിക്കുന്നവരാണെന്നുമല്ല. എല്ലാ തലമുറയെയും പോലെ അത്തരത്തിലല്ലാത്ത തെറ്റിൻ്റെ വഴിയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ചില തെറ്റുകളിലൊക്കെ മറ്റു തലമുറകളേക്കാൾ ഈ തലമുറയിൽ സാധ്യതകൾ, തെറ്റിലേക്കുള്ള വഴികളും സാധ്യതകളും കൂടുതലാണെന്നുള്ളത് കൊണ്ട് പ്രപ്പോർഷനും കൂടുതൽ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു തെറ്റ് എത്രത്തോളം സമൂഹത്തിൽ അവൈലബിൾ ആണോ അത്രത്തോളം അതിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടും. അപ്പോൾ അവൈലബിലിറ്റിയും തെറ്റിൻ്റെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തലമുറയിൽ കുറച്ച് തെറ്റിലേക്ക് പോകുന്ന ആളുകളുടെ പ്രപ്പോർഷനും കൂടുതലാണ്. അവിടെയും അവരല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യുന്നതിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ അവരെ തിരുത്തുന്നതിൻ്റെ ഒപ്പം ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നവരെ, ഈ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടെ നമ്മൾ എത്തേണ്ടതുണ്ടെന്നതാണ്. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നേപ്പാളിലെ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യേകതയും ഒപ്പം തന്നെ അവിടെ പ്രതികരിച്ച ജൻസിയുടെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.